അമേരിക്കൻ ക്രേപ്പിൽ തന്നെ ലൈറ്റർ കളറിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷനാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുത്രാൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് ഡിസൈൻസ് ഒക്കെ നല്ല ലൈറ്റ് കളേഴ്സിലാണ്. അപ്പം നമ്മൾ ഇതിന് മുമ്പ് ഒരു അമേരിക്കൻ ക്രേപ്പിന്റെ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്യണം കണ്ടിരുന്നു ലൈറ്റ് കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. ഇന്നത്തെ വീഡിയോനകത്ത് ലൈറ്റ് കളേഴ്സ് ഉണ്ട്, ഡാർക്കും ഉണ്ട്, എന്നാലും കുറച്ചധികം ലൈറ്റ് കളേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ടൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം കുർത്തി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫാബ്രിക് ആണ്. പ്രൈസ് ഞാൻ പറയാൻ വിട്ടുപോയി, 42 രൂപയാണ് പെർ മീറ്റർ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ലൈനിങ് ഇല്ലാതെ ചെയ്ത് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. 42 ഇഞ്ചാണ് ഇതിൻ്റെ വിട്ട്, അതായത് 42 ഇഞ്ചാണ് വിട്ട് വരുന്നത് കേട്ടോ. 44 ഒക്കെ വരുന്നത് പ്യുവർ കോട്ടൺ ആകുമ്പോഴാണ്. ഇത് 42 ആണ്. വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക് ആണ്, സെയിം കുർത്തിയുടെ ഫാബ്രിക് ആണ്. നമുക്കിത് വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, അനാർക്കലി മോഡലിലുള്ള കുർത്തിയോ അല്ലെങ്കിൽ ആലിയ കട്ടിലുള്ള കുർത്തിയോ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. കുറച്ച് പേരൊക്കെ പറഞ്ഞു ഇതിന് മുമ്പത്തെ വീഡിയോനകത്തൊക്കെ ചെറിയ ഹാൻഡ് വർക്കൊക്കെ കൊടുത്താൽ ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാമെന്ന് പറയുന്നത് കണ്ടിരുന്നു. അപ്പം അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് വന്നിരിക്കുന്നത് 42 റുപ്പീസ് പെർ മീറ്ററിലാണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഓഫ് വൈറ്റ് കളറിനകത്തേക്ക് പീച്ച് കളറിലും അതുപോലെ തന്നെ ഒരു ഗ്രേ കളറിലും ഒക്കെയുള്ള ഒരു പ്രിൻ്റാണ് ഇതിനകത്ത് പോകുന്നത്. ചെറിയ ചെറിയ ഫ്ലോറൽസ് ആണ് കേട്ടോ. ഇനി ഇതിൻ്റെ തന്നെ 2-3 കളറും കൂടെ അവൈലബിൾ ആണ്, നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് ആണ് വന്നിരിക്കുന്നത് സെയിം, ആ ബേസ് കളർ സെയിം തന്നെയാണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് കളർ എന്ന് പറയാം. അതിനകത്തേക്ക് പിങ്കും അതുപോലെ തന്നെ ഒരു എന്താ പറയുക മസ്റ്റാർഡ് യെല്ലോയുടെയൊക്കെ ഒരു കളറിന് മാച്ച് ചെയ്യാവുന്ന ഒരു കളറാണ്. ഇത് ഇങ്ങനെയായിരിക്കും ഈ ഒരു കളർ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ഇത് ആക്ച്വലി ഇത് ലൈനിങ് ഇല്ലാതെ നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്, സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ യെല്ലോയിനകത്തേക്കാണ് പോകുന്നത്. യെല്ലോ കളറാണ് ഇതിനകത്തുള്ള പ്രിൻ്റ് പോകുന്നത്. നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ. അപ്പോൾ ലൈറ്റ് കളർ ചോദിച്ചവർക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണ്. ഇത് ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്യുമ്പോൾ വരുന്നത്. ആ യെല്ലോയും അതുപോലെ തന്നെ ആ ബേസിനകത്ത് വരുന്ന പ്രിൻ്റ് യെല്ലോ, പിങ്ക്, പീച്ച്, ബാക്കിയുള്ളതൊക്കെ ബ്ലാക്ക് അല്ലെങ്കിൽ ആ ഒരു ഗ്രേ കോമ്പിനേഷൻ തന്നെയാണ് പോകുന്നത്. നെക്സ്റ്റ് വൺ ബ്ലൂ ആണ്. നമ്മളിപ്പോൾ യെല്ലോ കണ്ടെടുത്ത് ബ്ലൂ ആണ് വരുന്നത്. ഓഫ് വൈറ്റ് കളറാണെങ്കിലും ട്രാൻസ്പെറൻ്റ് അല്ല ഫാബ്രിക്, അതുകൊണ്ട് ലൈനിങ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കളർ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ ഫ്ലോറൽസിൻ്റെ ഒരു കൂട്ടമായിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. നെക്സ്റ്റ് പ്രിൻ്റ് എന്ന് പറയുന്നത് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റാണ്. ഇത് നമ്മളിപ്പോൾ കണ്ടതിനേക്കാളും വളരെ ചെറിയ പ്രിൻ്റാണ് കേട്ടോ. ഇതൊരു നേവി ബ്ലൂവിനകത്തേക്കാണ് ഈ ഒരു പ്രിൻ്റ് പോകുന്നത്. നേവി ബ്ലൂവിനകത്തേക്ക് ഒരു റെഡും ലൈറ്റായിട്ടുള്ള എന്താ പറയുക പിങ്ക് കളറും ഒക്കെ ആയിട്ടുള്ളൊരു പ്രിൻ്റാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. നേരിട്ട് കാണുമ്പോൾ തന്നെ കുറച്ചധികം ഡാർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണ് ഈ ഒരു ബ്ലൂ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പ്രിൻ്റ് നമുക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറിൽ അവൈലബിൾ ആണ്. പ്രിൻ്റ് സെയിം തന്നെ, കളർ ബേസ് കളർ ചേഞ്ച് ആയി. നമ്മൾ ആദ്യം കണ്ടതുപോലെ ഒരു ഓഫ് വൈറ്റ് കളറിലേക്കാണ് ഇതും പോകുന്നത്. വളരെ ചെറിയ പൂക്കളാണ് ഇതിനകത്ത് പ്രിൻ്റായിട്ട് പോയിട്ടുള്ളത്. 42 രൂപയാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ബ്ലാക്കിനകത്താണ്. സെയിം പ്രിൻ്റ് തന്നെ ബ്ലാക്കിനകത്തേക്കാണ് വന്നിട്ടുള്ളത്. ബ്ലാക്കിനകത്ത് ഒരു റെഡും പിങ്കും ഒക്കെ ആയിട്ട് ഉള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. 42 ഇഞ്ച് വിഡ്ത്തിൽ 42 റുപ്പീസ് പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ റെഡ് ആയിട്ടുള്ള ഒരു കളറാണ്. റെഡ് മാച്ച് ചെയ്യാവുന്ന പോലത്തെ സെയിം പ്രിൻ്റ് തന്നെയാണ്, റെഡിനകത്താണ് ഇത് വന്നിട്ടുള്ളത്. ഇങ്ങനെയായിരിക്കും ഈ ഒരു ഡിസൈൻ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. എല്ലാം തന്നെ ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ പ്രിൻ്റ് നിങ്ങൾക്ക് മനസ്സിലാകും. നെക്സ്റ്റ് പ്രിൻ്റ് എന്ന് പറയുന്നത് വേറൊരു പ്രിൻ്റാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 3ാമത്തെ പ്രിൻ്റാണ് കാണാൻ പോകുന്നത്. ഇത് വന്നിട്ടുള്ളത് കുറച്ചും കൂടി ഇപ്പോൾ നമ്മൾ കണ്ടതിനേക്കാളും കുറച്ചും കൂടി വലിയൊരു പ്രിൻ്റാണ്. ഇതിൻ്റെ ബേസ് കളറും ഓഫ് വൈറ്റ് കളറിൽ തന്നെ ഗ്രീനിൻ്റെ ഒരു കളറിലാണ് പ്രിൻ്റ് പോകുന്നത്. ഗ്രീനിൻ്റെ 2-3 ഷെയ്ഡ്സാണ്, ഗ്രീനിൻ്റെ തന്നെ 2 ഷെയ്ഡ്സിലാണ് ഇതിൽ പ്രിൻ്റ് പോയിട്ടുള്ളത്. 42 റുപ്പീസ് തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഒരു ഓഫ് വൈറ്റിനകത്ത് തന്നെ പ്രിൻറ്റിനാണ് ചേഞ്ച് വന്നിട്ടുള്ളത്, പ്രിൻറ്റിൻ്റെ കളറിന്. നമ്മൾ ആദ്യം കണ്ട ഗ്രീനിന് പകരം ഇതിനകത്തേക്കൊരു റെഡിൻ്റെ ഒരു ഷെയ്ഡിലുള്ള പ്രിൻ്റാണ് ഇതിനകത്ത് പോകുന്നത്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ. ഇപ്പോൾ ലൈറ്റ് കളേഴ്സാണ് കൂടുതലും വന്നിട്ടുള്ളത്. രണ്ടാമത് കണ്ട പ്രിൻറ്റിനകത്ത് 2-3 ഡാർക്ക് കളർ ഉണ്ടായിരുന്നു. ലാസ്റ്റ് വൺ ഈ ഒരു പ്രിൻറ്റിൽ തന്നെ ഓഫ് വൈറ്റ് കളറിൽ ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് ഇതിനകത്തുള്ള പ്രിൻറ്റ് വന്നിട്ടുള്ളത്. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്. ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ ഈ ഫാബ്രിക്. അമേരിക്കൻ ക്രേപ്പ് നമുക്ക് ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നൊരു പ്രൊഡക്റ്റാണ്. ഓൺലൈൻ തുടങ്ങിയ സമയം മുതലേ നമ്മളിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയും നമ്മൾ ഇതിനകത്ത് പുതിയ കളക്ഷൻ വന്നപ്പോൾ
പുതിയ കളക്ഷൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതാണ്. 42 റുപ്പീസാണ്, 42 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.